ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പി ആകാം അല്ലേ. നമ്മൾ മിക്സിയുടെ ജാറിട്ട് 5-6 ചുമന്നുള്ളി, ഒരു പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി ഒതുക്കിയെടുക്കണം. അതൊരു ബോളിലോട്ടേക്ക് മാറ്റിയതിന് ശേഷം 1 കപ്പ് ഗോതമ്പ് പൊടി, 1/4 കപ്പ് തൈര്, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ നമ്മൾ ആഡ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ബാറ്ററിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. കുറച്ചായിട്ട് വേണം നമുക്ക് വെള്ളം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാറ്റർ ഒത്തിരി ലൂസായി പോകരുത്, കുറച്ച് കട്ടിക്ക് തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടേണ്ടതുണ്ട്. നല്ലതുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഗോതമ്പിൻ്റെ ആ കട്ടകളൊക്കെ ഗോതമ്പ് പൊടി കട്ടകളൊക്കെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ നമുക്ക് ഈ ബാറ്റർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്ത് നമ്മൾ ഫ്ലെയിം നല്ലപോലെ സിമ്മിലിട്ടതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഓരോ ബാറ്ററും നമുക്കിതുപോലെ കോരി ഒഴിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം സിമ്മിൽ തന്നെ വെക്കേണ്ടതുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പുറം പെട്ടെന്ന് മുരികുകയും അകം വേവാതെ വരികയും ചെയ്യും. അതിനുശേഷം നമുക്ക് ഇതെല്ലാം ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണിത്. കാരണം നമ്മുടെ വീട്ടിലെ ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അകവും പുറവും ഒക്കെ ഒരുപോലെ നമ്മൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.